പിന്നെ സ്വന്തം മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു തിട്ടൂരമൊക്കെ ഇറക്കുന്ന ഇത് എന്ത് സംഘടനയാണിത്? ഈ ഇത്തരമൊരു സംഘടന കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് 1921 അവിടെ ഒരു നക്ഷബന്ദിയ ത്വരീക്കത്ത് എന്ന് പറഞ്ഞ ഒരു ആത്മീയ ഒരു പാത എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ഒരു തലവനായി അവിടെ ഒരു 1921 ഒരാൾ വരുന്നു, ഒരു ഗുരു വരുന്നു. അതിന്റെ നാലാമത്തെ ഗുരുവാണ് ഇപ്പോൾ ഷാഹുൽ ഹമീദ് എന്നയാളാണ് ഇപ്പോൾ ഉള്ളത്. 80കളിലാണ് അദ്ദേഹത്തിന്റെ ചുമതലയായി ഏറ്റെടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇവരുടെ ഒരു കുടുംബം, അതായത് വലിയ വിപുലമായ ഒരു കുടുംബം, ഏകദേശം 4000-ഓളം ആളുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ സംഘടനയിൽ, ഈ പ്രസ്ഥാനത്തിൽ ആളുകളായി വരുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ, ഈ കുടുംബത്തിൽ ഭാഗമായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായും ഈ ഗുരു പറയുന്നതിനനുസരിച്ച് മാത്രമേ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ ശ്വാസം മുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി പലർക്കും. അങ്ങനെയാണ് ചിലരൊക്കെ അതിൽ നിന്നും മറികടന്ന് ഞങ്ങൾ ഈ സംവിധാനത്തിന്റെ കൂടെ പ്രവർത്തിക്കാനില്ല, ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറത്തു പോവുകയാണ്. അങ്ങനെ പുറത്തു പോകുന്ന ആളെ പൂർണ്ണമായും പിന്നീട് വിലക്കുകയാണ്, ഭ്രഷ്ട് കളിപ്പിക്കുകയാണ്. അവരുമായും സ്വന്തം മാതാപിതാക്കളായാലും ഭാര്യമാരായാലും മക്കളായാലും ഒന്നും അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് അവരെ പൂർണ്ണമായും പുറത്താക്കുകയാണ്. ഇത് വലിയ മാനസിക സംഘർഷങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു. നക്ഷബന്ദിയ ത്വരീക്കത്ത് എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര്. ഇതിന്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വാഴ്മൊഴി ഇതിന്റെ അലിഖിത നിയമമാണെന്നാണ് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിന്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്തു വന്നതാണ്. പുറത്തു വന്നിട്ട് ഇപ്പൊ 3 വർഷമായി. അതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ലുബ്നയും സഹോദരി ഷിബിലയും സ്വന്തം അമ്മയെ കാണാൻ കിഴിശ്ശേരിയിലെ വീട്ടിൽ പോയി. ത്വരീക്കത്തിന്റെ അനുയായികൾ സംഘടിച്ചെത്തി കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട്. ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട്. നിയമങ്ങൾക്ക് മാത്രമല്ല, ആലോചിച്ച് നോക്കി. എല്ലാവർക്കും അറിയാം. ഈ വീട്ടിൽ എനിക്കൂടെ എന്ത് അധികാരമാണ്? ഇവരെ പേരുള്ള ഭൂമിയല്ലേ, എന്ത് അധികാരമുണ്ടോ അവരുടെ വീട്ടുകാർ? മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് പോയി. പാരന്റ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല, പക്ഷെ പ്രസ്ഥാനം അനുവദിക്കുകയില്ല. പിന്നെ എന്റെ പപ്പനായിട്ട് തീരെ മിണ്ടാനൊന്നും പറ്റൂല. എങ്ങനെങ്കിലും പപ്പനായിട്ട് മിണ്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കി തന്നെ. ഭർത്താവ്, ഭാര്യ, ഇത്തരം ആളുകളായാൽ പോലും അവർക്ക് അവര് പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടൂല. അതാണ് അത് ഞങ്ങൾ ഉമ്മയായാലും ഉപ്പയായാലും ഒന്നും, ഉമ്മയായാലും വാപ്പയായാലും ഒക്കെ കണക്കാണ്. സ്കൂള് കുറച്ച് പോയി, പിന്നെ കുറെ പോവാൻ പറ്റിയില്ല. ഈ പ്രശ്നം ഉണ്ടായോടെ അങ്ങക്ക് പേടി.